എന്റെ മോനെ നമ്മളിപ്പോ നോക്കുന്നത് തൃശ്ശൂരിലുള്ള സ്കൈ വോക്കാണ്, ആകാശപാത. നമ്മുടെ പണി കഴിഞ്ഞു. ഓഗസ്റ്റ് 15, 2023 നമ്മളിപ്പോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കണേ. ഇതിന്റെ പണി മൊത്തമായിട്ട് പൂർത്തീകരിച്ചു, ഫുള്ള് കഴിഞ്ഞു. അപ്പോ താഴേന്ന് അങ്ങോട്ട് പിടിക്കാം. താഴേന്ന് അങ്ങോട്ട് നോക്കുമ്പോണ്ടല്ലോ ഭീകര അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭീകര അന്തരീക്ഷം കേട്ടാ. താഴെ നല്ലൊരു 4 ആളുടെ ഹൈറ്റ് എങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ മുകളിലേക്ക്. കാണുന്ന പോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പില്ലറുകളും വെച്ചിട്ടുണ്ട്. സ്ട്രോങ് ബോഡി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് തന്നെ കേട്ടാ കൺസ്ട്രക്ഷൻ. താഴെയൊക്കെ ജില്ലായിട്ട് നല്ല കളർഫുൾ ടൈലുകളും കാര്യങ്ങളൊക്കെ വിരിച്ച് അതുമ്പോൾ പെയിന്റടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഉറപ്പിക്കാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വന്നത് ഫുള്ള് ഒന്ന് കണ്ടിട്ടാ പോകണം കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. താഴേന്ന് ഇനി മുകളിലേക്ക് കയറുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഐശ്വര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പാട്ടോ ഈ ഒരു സംഭവം. നമുക്ക് ഈ റോഡ് മുറിച്ച് കിടക്കാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് അറിയാലോ, ഒരുപാട് തിരക്ക് കൂടി, ഇരട്ടി വണ്ടികളായി. ഈ ഗാർഡൻ സ്റ്റോണ് സെറ്റാക്കാനുള്ള ടെമ്പററി കൊടുക്കാനുള്ള മെഷീനാണ് കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ വർക്ക് ജില്ലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വയസ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ സിമ്പിളായിട്ട് ഇവിടെ 2 ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് കയറിയിട്ട് മുകളിലേക്ക് എത്തിയിട്ട് അവരവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഇറങ്ങാൻ പറ്റും. 4 വഴിക്ക് നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് കയറാൻ പറ്റും. 2 വഴിയിൽ ഇതിൻ്റെ അകത്ത് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കയറുന്നത് ഏത് ഭാഗത്തെ കൂടെ എന്നറിയോ? ഇവിടെ ഒരു എക്സിബിഷൻ ഗ്രൗണ്ട് ഉണ്ട്. ആ എക്സിബിഷൻ ഗ്രൗണ്ടിൻ്റെ ആ ഒരു എൻട്രൻസിൽ കൂടെയാണ് കയറുന്നത്. ഇവിടെ നമുക്ക് ലിഫ്റ്റ് കാണാൻ പറ്റും കേട്ടോ. അവിടെ ലിഫ്റ്റിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ, ഈ ട്രസ് വർക്കിൻ്റെ മുകളിൽ ഫുള്ള് സോളാർ പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കും കാര്യങ്ങൾക്കൊക്കെ കംഫർട്ടബിളായിട്ട് നടക്കാൻ പറ്റും. 4 വരി കമ്പിയാണ്, ജിയുടെ പൈപ്പാണ് ഇതിൽ അടിച്ചു പോയേക്കണത്. അതേപോലെ ഒരു ആകാശ നീല കളറാണ് മൊത്തം കേട്ടോ. കണ്ടില്ലേ, ഇത് നമ്മുടെ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാട്ടാ. വഴിയൊക്കെ കാണുമ്പോണ്ടല്ലോ ജില്ല് വഴിയാട്ടാ. HD ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഒരു ഡ്രോണിൽ നിന്ന് പറന്ന് കാണുന്ന പോലെ കേട്ടോ നമുക്ക് ഈ സെൻട്രൽ ഭാഗവും അതുപോലെ റോഡൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റണേ. കണ്ടില്ലേ, ഇതിൻ്റെ ആ വിട്ടും കാര്യങ്ങളൊക്കെ കണ്ട. ആ സെൻട്രൽ ഭാഗത്തെ കാഴ്ചകളാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. അപ്പം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അപകടങ്ങൾ ഒഴിഞ്ഞ ആ ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. മാക്സിമം അപകടങ്ങൾ കുറയ്ക്കാനാണ് ഈ ഒരു കൺസെപ്റ്റ് സ്കൈ വോക്ക് കൊണ്ടുവന്നതാണ്. എന്താ വെച്ചാൽ ശക്തനിൽ അറിയാലോ, ഒന്ന് റോഡ് കടക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒന്ന് വണ്ടി ഒന്ന് ചിരിക്കുമ്പോഴേക്കും ആൾക്കാരുടെ മേത്ത് ഇടിക്കുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളായിട്ട് ഒരുപാട് ആൾക്കാരുടെ ആക്സിഡൻറ്റുകളും അപകടങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ശക്തൻ്റെ ഈ മെയിൻ സെൻറ്റർ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനാണ് നമ്മുടെ ഈ ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നേക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപകാരമാണ്. അപ്പോൾ നമ്മളിപ്പോൾ മുകളിൽ ഒരു വഴി നമ്മൾ കണ്ടായിരുന്നു, ശക്തൻ മാർക്കറ്റിലേക്ക് പോണ വഴി കണ്ടായിരുന്നു. ഇത് ഏതാ വഴി എന്നറിയോ? നമ്മുടെ തൃശ്ശൂർ KSRTC സൈഡിലേക്ക് പോകുന്ന പാതയുടെ ആ ഒരു വഴിയും കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. നമുക്കിതിന് മുകളിൽ നിന്നൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കണ്ട നമുക്ക് നല്ലൊരു വിഷ്വലൈസേഷൻ നമുക്ക് കിട്ടും കേട്ടോ. എൻ്റെ മുകളിൽ അത് ഡാം ഷൂറായിട്ട് കിട്ടും. ഒരേ ഒരു കാര്യം മാത്രം നമ്മുടെ ആൾക്കാരോട് അഭ്യർത്ഥിക്കുന്നത്, ഇത് നശിപ്പിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം അറിയാലോ, മാലിന്യങ്ങളും മറ്റുള്ള പാൻപരാഗും മറ്റുള്ള പൊട്ട സാധനങ്ങളും ചവച്ചരിച്ച് തുപ്പി ഇത് നശിപ്പിക്കരുത്. നമ്മുടെ നാടിൻ്റെ വികസനം നമുക്കാണ് വേണ്ടത്. തൃശ്ശൂരിൻ്റെ വികസനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കാണ് അത് നല്ലത്. നമുക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കാണ് അതൊരു ഏറ്റവും നല്ല കാര്യം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പച്ചക്കറി മാർക്കറ്റാട്ടാ. മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പച്ചക്കറി അടിപൊളിയായില്ലേ? ഇതിന് മുകളിൽ നിന്ന് കാണുമ്പോൾ ഈ നേരെ പോകുന്ന വഴി അങ്ങോട്ടാണ് പോകുന്നത്, റൗണ്ടിലേക്കാണ് പോകുന്നത്. ഇതിന് മുകളിൽ ഫുൾ LED ലൈറ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനാവശ്യമുള്ള കറണ്ടും കാര്യങ്ങളും ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നത് മുകളിലത്തെ സോളാർ വെച്ചിട്ട്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് കിട്ടിയുള്ള അറിവ് വരുന്നത് മൊത്തം AC ആക്കിയിട്ട് ഇതിൻ്റെ അടുത്ത് കടകളും കാര്യങ്ങളുണ്ടെന്ന്. ചിലപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വരാം. ഈ ഒരു വഴിക്ക് നമുക്ക് നിലത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും കേട്ടോ. ഇതേതാ ഭാഗം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, പച്ചക്കറി മാർക്കറ്റാണ് ഈ കാണുന്നത്. ഇവിടെ ലിഫ്റ്റ് ഇല്ല കേട്ടോ. നമുക്ക് ആകെ 2 സ്ഥലത്ത് മാത്രം മെയിനായിട്ട് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിന്നെയും നടന്നു. അത്യാവശ്യം നല്ല ഒരു ഡിസ്റ്റൻസ് നമുക്ക് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ താഴെ റോഡ് ക്രോസ് ചെയ്യാൻ റിസ്ക് ഒഴിവാക്കിയിട്ട് സുഖമായിട്ട് പോകാം. ഈ ഒരു റോഡ് നേരെ കിഴക്കേ കോട്ടയിലേക്കാണ് പോകുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ്, അതായത് മീറ്റ് മാർക്കറ്റ് എന്ന് വേണമെങ്കിലും പറയാം. ഇതിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് കറക്റ്റായിട്ട് വീക്ഷിക്കലും കാര്യങ്ങളൊക്കെ നടപടിയാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ആകാശ നീല കളറായിട്ട് ഏറ്റവും ഹൈലൈറ്റ്. ഇപ്പം നമ്മൾ വന്ന വഴിക്ക് തന്നെ എത്തി. ഇവിടെ നമുക്ക് ലിഫ്റ്റ് കാണാം, ആകെ 2 ലിഫ്റ്റ്. എങ്ങനെയുണ്ട്? കിടില സെറ്റപ്പ് ആയിട്ടില്ലേ? അപ്പോൾ ഒരു അഭ്യർത്ഥന ഉണ്ട് എല്ലാവരോടും, ആരും ഇത് നശിപ്പിക്കരുത്. ഈ ഭാഗം നമ്മുടെ ശക്തൻ ഭാഗത്തേക്ക് ഇറങ്ങുന്ന വഴിയും കാര്യങ്ങളാട്ടാ. ശക്തനിൽ ബസ്സും കയറാനൊക്കെ ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് പോവാം. ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ കയറിയ വഴിക്ക് തന്നെ റിട്ടേൺ വരും കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മുകളിലുള്ള മെയിൻ കാഴ്ചകളും കാര്യങ്ങളും. എല്ലാവർക്കും ധൈര്യമായിട്ട് കയറിയിട്ട് പോകാനൊക്കെ പറ്റും. ഓപ്പൺ ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളാണ്, കൺജസ്റ്റഡും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ സ്കൈ വോക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. സ്റ്റെപ്പിൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരും തെന്നിയൊന്നും വീഴില്ല മഴ പെയ്ത് കഴിഞ്ഞാൽ. നിലത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നിലത്തേക്ക് ഇറങ്ങിയിട്ട് വേറെ റൂമും കാര്യങ്ങളും കാണാം. ഇതിൻ്റെ ലിഫ്റ്റൊക്കെ പ്രവർത്തിക്കുന്നത് കറണ്ട് കൊണ്ടാലോ. അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ജനറേറ്റർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ആ റൂമും കാര്യങ്ങളും. എങ്ങനെയുണ്ട്? അപ്പോൾ അതുപോലും നീറ്റായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ജനറേറ്റർ കൊണ്ടുവരുന്നുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. ഇതാണ് നമ്മുടെ ലിഫ്റ്റ്, രണ്ടാമത്തെ ലിഫ്റ്റ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിലെ തൃശ്ശൂരിൻ്റെയും മറ്റെല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ താങ്ക് യു.